സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്ക് തുടക്കം. കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പാവങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജീവിത പ്രയാസങ്ങൾ കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ മൂലവും സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പലർക്കും കഴിയാറില്ല. ആ സ്വപ്നം നിറവേറ്റാതെ മണ്ടടിഞ്ഞു പോകുന്നവർ ഏറെയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു കൂട്ടം ഹതഭാഗ്യരുടെ പ്രശ്നം സമൂഹം ഏറ്റെടുക്കുകയാണ്. വിവിധ ഭവന നിർമ്മാണ പദ്ധതികളെ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ലൈഫിലൂടെ 4 വർഷം കൊണ്ട് വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ പാവപ്പെട്ടവരാണ് ഇവർ. അപ്പോൾ അവരുടെ ആ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് വീട് മാത്രം നൽകിയാൽ പോരാ, ആ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ഉറപ്പാവണം. ആ ജോലി ഉറപ്പാക്കുന്ന ഉത്തരവാദിത്വം കൂടി ഇതിൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ വീടും ജീവനോപാധിയും ഒന്നിച്ചുറപ്പ് നൽകുകയാണ്. അങ്ങനെ ഇനിയുള്ള 4 വർഷം കൊണ്ട് ഈ പറയുന്ന എല്ലാ വീടുകളും പൂർത്തിയാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വീടും സ്ഥലവും ഇല്ലാത്തവർ മാത്രം 2 ലക്ഷത്തോളം വരും. എല്ലാവർക്കും പ്രത്യേക വീട് നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പൊന്നലൂരിൽ 46 സെന്റ് സ്ഥലത്ത് 64 കുടുംബങ്ങൾക്കായി 4 നിലകളിൽ 8 ബ്ലോക്കുകളിലാണ് ഭവനങ്ങൾ ഒരുങ്ങുന്നത്. വീട് നൽകുന്നതിന് പുറമെ അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ വിവിധ തലത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതി കൂടിയാണിത്. നാട്ടിലെ നല്ലവരായ ഒട്ടേറെ പേരുടെ സഹായം കൂടി പ്രതീക്ഷിച്ചാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ അധ്യക്ഷത വഹിച്ചു. PMAY ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണം വനമന്ത്രി കെ. രാജു നിർവഹിച്ചു. ഫിഷറീസ് മന്ത്രി ജെ. മേഴ്സിക്കുട്ടിയമ്മ, ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ S. ഹരികിഷോർ, MA രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോട്ടയത്തേത് പ്രാദേശിക നീക്കമാണെന്നും മുന്നണി ബന്ധമല്ലെന്നും KM മാണി. ചരൽക്കുന്ന് യോഗ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും മാണി വ്യക്തമാക്കി. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നും വിശദീകരണത്തിൽ തൃപ്തിയുണ്ടെന്നും PJ ജോസഫും പ്രതികരിച്ചു. ഇതെന്താ ഈ സംസാരമായത്? അങ്ങനെ ഇന്ന് അതൊരു പ്രാദേശിക വിഷയം മാത്രമാണ്. അത് ഞങ്ങളുടെ മുന്നണി ബന്ധങ്ങളെപ്പറ്റിയുള്ള ഒരു സൂചനയല്ലത്. അതൊരു പ്രാദേശിക വിഷയമാണെന്ന് ഞാൻ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള എനിക്കൊന്നും പറയാം. ചരൽക്കുന്ന് തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നീക്കുകയാണ്. മറ്റത് ഒരു പ്രാദേശിക വിഷയം, പ്രാദേശിക പ്രശ്നമാണ്. അത് വ്യാഖ്യാനിച്ച് അതൊരു മുന്നണി ബന്ധങ്ങളിലേക്കുള്ള കടപ്പാണ് എന്നുള്ളത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. മുന്നണി ബന്ധങ്ങളുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. UDF സർക്കാരിന്റെ വിഴിഞ്ഞം കരാർ സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന ഗുരുതരമായ കണ്ടെത്തലുമായി CAG. കൺസോർഷ്യം കാലാവധി 30 വർഷത്തിൽ നിന്നും 40 വർഷമാക്കിയത് നിയമവിരുദ്ധമാണ്. ഇതിലൂടെ 30 കോടിയോളം രൂപയുടെ അധിക വരുമാനമാണ് അദാനി ഗ്രൂപ്പിന് ലഭിക്കുക. ഓഹരി ഘടനയിലെ മാറ്റവും സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കിയതായി CAG കണ്ടെത്തി. UDF സർക്കാർ അദാനി ഗ്രൂപ്പുമായി ഉണ്ടാക്കിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് CAG റിപ്പോർട്ടിലുള്ളത്. നിലവിൽ PPP മോഡലുകൾക്ക് കൺസെഷൻ കാലാവധി 30 വർഷമാണ്. എന്നാൽ വിഴിഞ്ഞത്തിൽ ഇത് 40 വർഷമാക്കിയത് നിയമവിരുദ്ധമാണ്. 10 വർഷം അധികം നൽകിയതിലൂടെ അദാനി കമ്പനി നേടുന്നത് 29,217 കോടിയുടെ അധിക വരുമാനം. കരാർ കാലാവധി 30 വർഷമാക്കണമെന്ന ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ ശുപാർശയും അട്ടിമറിക്കപ്പെട്ടു. ആവശ്യമെങ്കിൽ കരാർ 20 വർഷം കൂടി നീട്ടി നൽകാമെന്ന വ്യവസ്ഥ ചട്ടവിരുദ്ധവും ഇതിലൂടെ 61,095 കോടിയുടെ അധിക വരുമാനം അദാനിക്ക് ലഭിക്കുമെന്നും CAG വിമർശിക്കുന്നു. ഓഹരി ഘടനയിൽ മാറ്റം വരുത്തിയതും സർക്കാരിന് നഷ്ടമുണ്ടാക്കി. ഇതിലൂടെ 283.8 കോടിയുടെ അധിക ഓഹരിയാണ് സർക്കാരിലെത്തിയത്. 121 കോടി പലിശ ഇനത്തിൽ മാത്രം അധികം. ആരും ആവശ്യപ്പെടാതെയാണ് ഇത്തരത്തിൽ ഒരു മാറ്റം ഉന്നതാധികാര സമിതി വരുത്തിയതെന്നും CAG വിമർശിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് യൂസേഴ്സ് ഫീ ഈടാക്കാനുള്ള തീരുമാനവും അദാനി കമ്പനിക്ക് അധിക വരുമാനം നൽകും. 943.62 കോടി രൂപ VGFനായി നൽകുന്നതിന് പകരം 123.75 കോടി രൂപ അധികം നൽകി. ഒപ്പം തന്നെ COD 15 വർഷമാക്കിയതിലൂടെ 2,153 കോടി രൂപ സർക്കാരിന് വരുമാന നഷ്ടവും ഉണ്ടാകുമെന്ന് CAG വിമർശിക്കുന്നു. UDF സർക്കാരിന്റെ വിഴിഞ്ഞം കരാറിനെതിരെ ഉയർന്ന വിമർശനങ്ങളും വിവാദങ്ങളും ശരിവെക്കുന്നതാണ് നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ട്. S. ഷീജ, തിരുവനന്തപുരം. വിഴിഞ്ഞം കരാറിലെ CAG റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്നും സമഗ്രമായ പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നും VM സുധീരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിഴിഞ്ഞം കരാർ പരിശോധിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. കരാറിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം കരാറിലെ CAG റിപ്പോർട്ട് ഗൗരവമുള്ളതെന്ന് VM സുധീരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. സമഗ്രമായ പരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നും സുധീരൻ വ്യക്തമാക്കി. അതേസമയം വിഴിഞ്ഞം കരാർ പരിശോധിക്കാൻ തയ്യാറെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി.
VSന്റെ കാലത്തെ ടെൻഡറും തന്റെ കാലത്തെ കരാറും പരിശോധിക്കാമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള ആ കരാറും ശ്രീ അച്യുതാനന്ദൻ ഒപ്പിട്ടിട്ട് അന്ന് നടത്തിയ ടെൻഡറിന്റെ കരാറും രണ്ടിലേതാണ് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് ചോദിച്ചതെന്ന് തീരുമാനിച്ചോ? ഈ ഗവൺമെന്റ് തീരുമാനിച്ചോ? ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അതിനൊന്നും എതിരല്ല. വിഴിഞ്ഞം കരാറിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യം ഉണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് LDF മുൻപുന്നയിച്ച വിമർശനങ്ങൾ സാധൂകരിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. അന്ന് ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഈ കരാറ് എങ്ങനെയാണ് ഉണ്ടായത്, എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യം ഇത്തരം വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. വിഴിഞ്ഞം പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ വ്യക്തമാക്കി. പദ്ധതി നിർത്തിവെക്കാൻ ഉദ്ദേശമില്ല. എന്നാൽ LDF പ്രതിപക്ഷത്തിരുന്ന് ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് CAG റിപ്പോർട്ടെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. വിഴിഞ്ഞം കരാറിന്റെ കാര്യത്തിൽ താൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് VS അച്യുതാനന്ദൻ. വിഴിഞ്ഞം കരാറിലൂടെ സംസ്ഥാനത്തിന് 69,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായ VS അച്യുതാനന്ദൻ പറഞ്ഞു. 69,000 കോടി 69,000 കോടിയാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതെ. വാർത്തകളിലേക്ക്. UDF സർക്കാരിന്റെ വിവാദ ഭൂമി ഇടപാടുകൾ പരിശോധിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. അടുത്തയാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. വിവാദ പെരുമഴ സൃഷ്ടിച്ച് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുക്കിക്കളയാനുള്ള ശ്രമം പാഴായതിന്റെ ഇച്ഛാഭംഗമാണ് പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്നതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. അഴിമതിരഹിതമായി സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ പ്രതിപക്ഷത്തെ നിരാശയിലാക്കിയിരിക്കുകയാണ്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുമ്പോട്ട് പോകും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ആർദ്രം മിഷനും ലൈഫ് മിഷനും ഹരിത കേരളവും നവകേരള സൃഷ്ടിക്ക് കരുത്താകുമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. കൃഷിവകുപ്പ് സെക്രട്ടറിയായ രാജു നാരായണസ്വാമിയും ഡയറക്ടർ ബിജു പ്രഭാകറും തമ്മിൽ നേർക്കുനേർ. ബിജു പ്രഭാകറിന്റെ IAS വ്യാജമെന്ന് IAS റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്ന് രാജു നാരായണസ്വാമി പറഞ്ഞു. വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് കാട്ടി ബിജു പ്രഭാകർ അവധിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. സ്വാമിക്ക് തന്നെ വിശ്വാസമില്ലെന്ന് ബിജു പ്രഭാകർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൺസൾട്ടന്റിന് ക്രമവിരുദ്ധമായി ചിലവ് തുക അനുവദിച്ച സംഭവം കൃഷിവകുപ്പിൽ നടത്തിയ നിയമനവുമാണ് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമിയെ പ്രകോപിപ്പിച്ചത്. ഒപ്പം ബിജു പ്രഭാകറിന്റെ IAS വ്യാജമാണെന്നും ഇത് റദ്ദാക്കാൻ കേന്ദ്രത്തെ സമീപിക്കുമെന്നും രാജു നാരായണസ്വാമി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് വകുപ്പ് സെക്രട്ടറിക്ക് വിശ്വാസമില്ലാതെ താൻ ഈ വകുപ്പിൽ തുടരുന്നില്ലെന്ന് കാട്ടി ബിജു പ്രഭാകർ അവധിക്ക് അപേക്ഷ നൽകിയത്. രാജു നാരായണസ്വാമിക്ക് എന്താണ് തന്നോടുള്ള പിണക്കത്തിന്റെ കാരണമെന്നറിയില്ലെന്ന് ബിജു പ്രഭാകർ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വാമിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം കഴിഞ്ഞ ജനുവരിയിലും താൻ അവധിയിൽ പോയി. തനിക്കെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. തനിക്ക് IAS അനുവദിച്ചതിനെതിരെയുള്ള ഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. തൻ്റെ വകുപ്പിലെ വിജിലൻസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് തനിക്കെതിരെ അന്വേഷണം നടത്തിക്കാൻ രാജു നാരായണസ്വാമി ശ്രമിച്ചതായും ബിജു പ്രഭാകർ ആരോപിച്ചു. IAS വ്യാജമാണോ അല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS ഇങ്ങനെ വ്യാജരേഖ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉള്ള അറിവ് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് അതുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം കേരളത്തിൽ നടന്നുകൊണ്ട് ആദ്യമായിട്ട് IAS കിട്ടിയിട്ടുള്ള IASൽ റാങ്ക് കിട്ടിയിട്ടുള്ളൊരു വലിയ പ്രഗത്ഭനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്നെ വിശ്വാസമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സെക്രട്ടറിക്ക് തന്നെ നമ്മളെ വിശ്വാസമില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റ് വർക്ക് ചെയ്യരുത്. ഇപ്പോഴും എനിക്ക് അത്രയേ ഉള്ളൂ. അദ്ദേഹം എന്നെപ്പറ്റി ഒത്തിരി ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏതെന്ത് ബേസിസിലാണ് പറഞ്ഞതെന്നുള്ള അറിയത്തില്ല. ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും പോയി തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും. അതിനകത്തൊന്നും എനിക്ക് യാതൊരു പ്രതികരണവും ഇല്ല. ഒരു കാര്യവും എനിക്ക് അതിനകത്ത്. ഇസ്രായേലിലെ കൺസൾട്ടന്റിന് പ്രതിഫലം നൽകിയിട്ടില്ല, ഭക്ഷണവും താമസവും മാത്രമാണ് നൽകിയതെന്നും ബിജു പ്രഭാകർ കൂട്ടിച്ചേർത്തു. കൃഷി വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോര് വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രൂപത്തിൽ സർക്കാർ ഉടൻ ഇടപെടൽ നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി നഗരത്തിലെ ഡേ കെയറിൽ കുട്ടികൾക്ക് നേരെ ക്രൂരപീഡനം. 1.5 വയസ്സുള്ള കുട്ടിയെ ഡേ കെയർ നടത്തിപ്പുകാർ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതിനെ തുടർന്ന് പ്രതിഷേധവുമായി രക്ഷകർത്താക്കൾ രംഗത്തെത്തി. നടത്തിപ്പുകാരി മിനിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്ഥാപനം അടച്ചുപൂട്ടി. സംസ്ഥാനത്തെ ഡേ കെയറുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു.
പാലാരിവട്ടത്തെ കളിവീടെന്ന ഡേ കെയർ സെന്ററിലെ ദൃശ്യങ്ങളാണിത്. 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനോട് സ്ഥാപന നടത്തിപ്പുകാരി മിനിയാണ് ഈ ക്രൂരത കാണിക്കുന്നത്. ഒരു രക്ഷിതാവ് പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ദൃശ്യങ്ങളിൽ കുട്ടിയെ ഉപദ്രവിക്കുന്നത് വ്യക്തമായി കാണാം. ദൃശ്യങ്ങൾ വാർത്തയായതോടെ വിവരമറിഞ്ഞ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി ഡേ കെയറിന് മുന്നിലെത്തി. വിവരമറിഞ്ഞ് പോലീസെത്തി നടത്തിപ്പുകാരി മിനിയെ കസ്റ്റഡിയിലെടുത്തു. പരാതിക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി ഉടമയ്ക്കും നടത്തിപ്പുകാരിക്കുമെതിരെ പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചാണ് കേസ്. സ്ഥാപനം പോലീസ് അടച്ചുപൂട്ടി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതി കസ്റ്റഡിയിലുണ്ട്. ഇവിടെ 3 ജീവനക്കാരാണുള്ളത്. ഇവരാണ് ഇതിന്റെ ഹെഡും ഓളിനോളും. കുട്ടികളുടെ ശരീരത്തിൽ പാടുകൾ കണ്ടതോടെയാണ് രക്ഷിതാക്കൾക്ക് സംശയം തോന്നിത്തുടങ്ങിയത്. അന്വേഷിച്ചെത്തിയ രക്ഷിതാക്കളോട് കുട്ടികൾ വീണപ്പോഴുണ്ടായ പാടുകളാണെന്നായിരുന്നു നടത്തിപ്പുകാരിയുടെ വിശദീകരണം. പ്രതിമാസം 1000 മുതൽ 3000 രൂപ വരെ ഈടാക്കിയായിരുന്നു ഇവിടെ കുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്നത്. ഡേ കെയറിൽ തങ്ങളുടെ പിഞ്ചുകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ദുരിതത്തിന്റെ ഞെട്ടലിലാണ് രക്ഷിതാക്കൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊടും വരൾച്ച കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു ഗ്രാമത്തിന് നന്മയുടെ തെളിനീരുറവയുമായ ഒരു മനുഷ്യൻ. കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിലെ വാസുദേവൻ നമ്പൂതിരിയാണ് തന്റെ 4 സെന്റ് സ്ഥലം കുളം കുഴിക്കാനായി പഞ്ചായത്തിന് നൽകിയത്. വരണ്ടുണങ്ങിയ മനസ്സിലിടത്ത് ഞാനായിട്ടെന്തിന് നിറഞ്ഞു തുളവിടമെന്ന് കിണർ പറഞ്ഞത്രേ. ഇതിനൊരു തിരുത്തിയെഴുത്താണ് ഇനി. നിറഞ്ഞു തുളുമ്പുന്ന മനസ്സിലിടത്ത് ഞാനെന്തിന് പിശുക്ക് കാട്ടണമെന്ന് കിണർ. ഇതറിയണമെങ്കിൽ കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തുകാരോട് ചോദിക്കണം. അവർ വാസുദേവൻ നമ്പൂതിരി എന്ന വ്യക്തിയെപ്പറ്റി പറയും. വറ്റിവരണ്ട ഗ്രാമത്തിൽ ഒരു തുള്ളി വെള്ളത്തിനായി പരിശ്രമിക്കുന്ന പഞ്ചായത്തിന് തന്റെ 4 സെന്റ് ഭൂമി കുളം നിർമ്മിക്കാനായി നൽകിയിരിക്കുകയാണ് ഈ വ്യക്തി. പെരുമണ്ണ പഞ്ചായത്തിൽ ഇങ്ങനെ കുടിവെള്ളക്ഷാമം വലിയ പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് സ്വീകരിച്ച് 4 സെന്റ് സ്ഥലം വിട്ടുതരുന്ന ഒരു സമീപനം ഉണ്ടായത്. വളരെ നന്ദിയുണ്ട്. പണി പൂർത്തിയാവാൻ 2 മാസം കൂടി എടുക്കുമെങ്കിലും വറ്റിവരണ്ട ആ പ്രദേശത്തിന് ഈ കുളം സമ്മാനിക്കുന്ന തണുപ്പ് ചെറുതൊന്നുമല്ല. പൂർവികരാൽ കൈമാറി കിട്ടിയ ഭൂമിയിൽ നിന്നാണ് വാസുദേവൻ നമ്പൂതിരി 4 സെന്റ് സ്ഥലം കുളം നിർമ്മാണത്തിനായി പഞ്ചായത്തിന് വിട്ടു നൽകിയിരിക്കുന്നത്. 9 ലക്ഷം രൂപയുടേതാണ് ഈ പദ്ധതി. ഒരു ഗ്രാമത്തിന്റെ തന്നെ ഏറ്റവും വലിയ ആശ്രയമായ ഈ കുളം പണിതീർത്തു വരുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്ത് സംതൃപ്തി കാണാം. ഇത് നന്നായി കാണുന്നതിൽ സന്തോഷം. അതിന് പഞ്ചായത്ത് ഇടപെട്ട് നല്ലൊരു കുടിവെള്ള സംഭരണി ഉണ്ടാക്കുന്നതിൽ അതിൽ നമുക്ക് നമ്മളെ സ്ഥലത്ത് അങ്ങനെ നല്ലൊരു ജലാശയം ഉണ്ടാകുന്നതിൽ സന്തോഷം തോന്നും. ഇവിടെ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം തലമുറകൾ നന്മയോടെ സ്മരിക്കപ്പെടുന്ന പേരുകൂടിയാവും ഈ മനുഷ്യന്റേത്. വരൾച്ച അനുദിനം വർദ്ധിക്കുമ്പോൾ ഈ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ച കൂടിയാവുകയാണ് ഈ ഇടം. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.